എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പം ഞാൻ ഈ 2026 ഏറ്റവും ബെസ്റ്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ എന്നാലും അതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ കൂടിയേക്കണ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട്, സാമഗ്രികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ടു അവർ വീഡിയോ. എൻ്റെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ വിഷൻ ബോർഡ്, പിന്നെ പ്ലാനർ, പിന്നെ കലണ്ടർ, ഈ മൂന്നെണ്ണമാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. ഫോട്ടോഫോണി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത കലണ്ടറാണ് ഈ കാണുന്നതൊക്കെ. ഇനി ഇത്രയും കലണ്ടർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഒരെണ്ണം മാത്രം, അതായത് ഏതാണ് എൻ്റെ ഇതായിരിക്കും ഞാൻ തന്നെ ഇവിടെ മേളിൽ തൂക്കണത്. ബാക്കി ഇതെല്ലാം വേറെ വേറെ ഒരു വീടുകളിലാണ്, അതായത് ഏട്ടൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ കേട്ടോ. ഇതാ ഞങ്ങൾ 3 മക്കളും അച്ഛയും അമ്മയും കൂടെ നിൽക്കാൻ ഫോട്ടോയിൽ ഉണ്ടാക്കണം അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ താഴെ തൂക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നമുക്കിത് 30 രൂപയാവുന്നുള്ളൂ. ഫോട്ടോഫോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് 2026 സെലക്ട് ചെയ്താൽ മതി. അത് ഭയങ്കര ഈസിയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റുഡിയോ കൊണ്ട് കൊടുക്കണം, പ്രിൻ്റ് എടുക്കണം. 30 രൂപയാണ് ഒരു പ്രിൻറ്റിന്. അങ്ങനെ നമുക്ക് കലണ്ടർ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാ മന്തും കൂടെ കൂടിയിട്ടുള്ള കലണ്ടറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മന്ത് വൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അതിനുള്ള സൗകര്യമുണ്ട്. അപ്പം നമുക്കങ്ങനെ എഡിറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് സ്റ്റുഡിയോ കൊണ്ട് കൊടുത്താലും 30 രൂപയ്ക്ക് നമുക്ക് കലണ്ടർ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്ത് എടുക്കാം. പിന്നെ ഫോട്ടോയ്ക്ക് കുറച്ച് ക്ലാരിറ്റിയുള്ള ഫോട്ടോയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ക്യാമറയിലൊക്കെ എടുത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഫോണിലെടുത്ത ഫോട്ടോയാണ്. പിന്നെ ഈ ക്യൂട്ട് പ്ലാനർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. ഇതെന്താ വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ 2-3 ദിവസമായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും കൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനുള്ള ഒരു ഉള്ളടക്കം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ മേടിച്ചതാണ്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്, യൂസ് ചെയ്യുന്നതിന് മുമ്പാണ്. പക്ഷേ എനിക്കറിയാം ഇതെനിക്ക് എന്താണ് യൂസ്ഫുൾ ആകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്കും ഫ്രണ്ടും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ തീമിലൊക്കെയാണ് കേട്ടോ. നമ്മൾ തുറന്നു കഴിയുമ്പോൾ ദിസ് പ്ലാനർ ബിലോങ്സ് ടു നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. ഞാൻ നോട്ട് ചെയ്യും, പക്ഷെ എനിക്ക് ക്യൂട്ടായിട്ടുള്ളൊരു പെന്നും കൂടെ മേടിക്കണം. പിന്നെ നമുക്ക് പ്ലാനറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ഒരു ദിവസം എഴുതിയിട്ട് നമ്മൾ എങ്ങോട്ടും പോയി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡയറി എഴുതിയില്ലെങ്കിൽ നമുക്ക് ആ പേജ് ഫുൾ ഓഫ് വേസ്റ്റ് ആകും. പ്ലാനർ നമ്മൾ ഡേറ്റ് നമ്മൾ തന്നെ എഴുതി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസം ഇൻ കേസ് നമ്മൾ എഴുതിയില്ലെങ്കിലും ആ പേജിൽ നമുക്ക് വേസ്റ്റ് ആവത്തില്ല. ആ പേജിൽ നമുക്ക് പിറ്റേ ദിവസം എഴുതാം. അതുകൊണ്ടാണല്ലോ ഇതിന് പ്ലാനർ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഡയറി എന്ന് പറഞ്ഞാലും മതിയല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് ഡേറ്റ് എഴുതാം. പിന്നെ ടോപ്പ് പ്രയോറിറ്റി 3 കാര്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ നമുക്കിവിടെ നോട്ട് ചെയ്ത് വെക്കാൻ മറന്നുകൊണ്ടിരിക്കും. പിന്നെ അപ്പോയിൻമെൻറ്റ്സ്, പിന്നെ ടു ഡു ലിസ്റ്റ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് മൊബൈൽ ഫോണിൽ എനിക്കതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ എനിക്കൊരു ബുക്കും ഉണ്ട്. ഞാൻ രണ്ടിൽ ഏതിലെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൽ ഏതിലെങ്കിലും ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ചില സമയത്ത് എനിക്ക് മൊബൈൽ ഫോണിനകത്ത് നോട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഡേറ്റ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. ചില സമയത്ത് ഞാൻ ബുക്കിനകത്ത് എഴുതും. എപ്പോഴും നമ്മൾ എഴുതുന്നതാണ് ബെസ്റ്റ്, ഫോണിൽ എഴുതുന്നേക്കാളും കൂടുതൽ. കാര്യം പറഞ്ഞാൽ ഫോൺ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ഈസിയാണ്. പക്ഷെ നമ്മുടെ മൈൻഡിൽ നമുക്ക് എപ്പോഴും മെമ്മറി നിൽക്കാനും എല്ലാത്തിനും എളുപ്പം നമ്മൾ എഴുതുക. നമ്മൾ കൈ കൊണ്ട് എഴുതുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയണത്. അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും സ്ഥലത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നിരയായിട്ട് താഴെയായിട്ട് എഴുതാം. ടു ഡു ലിസ്റ്റ്, പിന്നെ ഇവിടെയും പേഴ്സണൽ ടു ഡു ലിസ്റ്റ്, പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ, പിന്നെന്താണ് ലൈഫ് ബാലൻസ് ടു ഡു ലിസ്റ്റ്, ഫാമിലി, ഫ്രണ്ട്സ്, ഫൺ ക്രിയേഷൻ, അങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ നമുക്ക് ടൈം വൈസ് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ അത് നോട്ട് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നെ വാട്ടർ ട്രാക്കർ, എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ഇനിയെങ്കിലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്നാണ് ഇരിക്കണേ. പിന്നെ നമുക്ക് എന്തെങ്കിലും നോട്ട്സ് എഴുതാനുള്ളത്, പിന്നെ കോള്, മെയില്, ടെക്സ്റ്റ്, പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള നോട്ട്സ് ഫോർ ടുമാറോ. പിന്നെ നമ്മുടെ എക്സ്പെൻസ് ട്രാക്കർ, എക്സ്പെൻസ് ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ഡേ നമുക്ക് തന്നെ ഒന്ന് വിലയിരുത്താൻ, നമുക്കതിനെ റേറ്റ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, മൂഡ്, ഹെൽത്ത്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ സ്മൈലിയും സ്റ്റാറൊക്കെ വെച്ച് റേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള കുറേ പേജുകളാണ് ഈ പ്ലാനറിലുള്ളത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഞാൻ ഇഷ്ടപ്പെട്ട് നോക്കിയെടുത്ത് മേടിച്ചതാണ്. എനിക്ക് ഫ്ലിപ്കാർട്ടിലുള്ള പ്ലാനേഴ്സിൽ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കിതാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്കിത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോട്ടോ. സംഭവം ഭയങ്കര നൈസാണ്. പ്ലാനർ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഡയറി പോലെയല്ല, ഏത് ദിവസം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മളൊരു കാര്യം തീരുമാനിച്ച് നമുക്കൊന്ന് നന്നാവണം, നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം, നമുക്ക് ചില ഗോൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അച്ചീവ് ചെയ്യണം, മറന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങൾ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലാനർ മേടിച്ചുകൊള്ളുക. നമ്മൾ തന്നെ ഡേറ്റ് ചെയ്തതാണ് നമ്മുടെ ഏത് ഒരു വർഷത്തിലെ അവസാന ദിവസം പോയി സ്റ്റാർട്ട് ചെയ്താൽ പോലും പിന്നെയും ദിവസങ്ങൾ കിടക്കുകയാണ്, നമുക്കിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പ്ലാനർ മേടിച്ചോണ്ട് ഞാൻ ഈ തവണ ഡയറി മേടിച്ചിട്ടില്ല. പ്ലാനറിൽ എനിക്ക് എല്ലാം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഡയറി ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതെനിക്ക് ഫോണിൽ ഡയറി ഉണ്ട്, എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനകത്ത് പേഴ്സണലായിട്ട് നോട്ട് ചെയ്യാം.
പക്ഷെ വേണ്ട, എനിക്കിത് തന്നെ മതി. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ഇത്, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറേ പേർക്കൊന്നും അറിയാൻ മേല. ഇതാണ് നമ്മുടെ വിഷൻ ബോർഡ്. ആക്ച്വലി നമ്മുടെ മൈൻഡിന് നമ്മൾക്ക് എന്തെങ്കിലും ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ ഇതെല്ലാം വേണ്ടി 2026 ലക്ഷ്യങ്ങളാണ്. അതിമോഹമാണോ എന്ന് ചോദിച്ചാൽ മേ ബി അതിമോഹമായിരിക്കും. കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ കുറച്ച് ലക്ഷ്യങ്ങൾ നമ്മൾ താണ്ടെ ഇങ്ങനെ പിൻട്രസ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കണെയാണ് കേട്ടോ. ഇത് നമുക്കിത് പിക്സാർട്ടിലോ പിൻട്രസ്റ്റിൽ എന്തെങ്കിലും വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പിൻട്രസ്റ്റിൽ നമുക്ക് ഇഷ്ടം പോലെ ഇമേജസ് കിട്ടുമല്ലോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്കിങ്ങനെ പ്രിന്റ് ചെയ്ത് വിഷൻ ബോർഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രിന്റ് ചെയ്ത് മേടിച്ചിട്ട് നമുക്ക് ഓരോ ഫോട്ടോ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ഐ തിങ്ക് ഇത് തന്നെയാണ് എളുപ്പം എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പ്രിന്റ് എടുത്തതിന് 30 രൂപയാണ് കേട്ടോ. കലണ്ടർ പ്രിന്റ് എടുത്ത് അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് പ്രിന്റ് എടുത്തേക്കണേ. 30 രൂപയാണ്. ഞാൻ ജസ്റ്റ് വിചാരിച്ചത് കലണ്ടർ നമുക്ക് ഇവിടെ ഒരു സംഭവം തൂക്കിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഓർത്തോണ്ടായിരുന്നു ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നില്ല, അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഇതിനങ്ങനെ വെക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കും. എനിവേ എന്താണെങ്കിലും ഞാനിത് ഒട്ടിച്ചു വയ്ക്കും. ഇതെവിടെ ഒട്ടിച്ചു വയ്ക്കാന്ന് ചോദിച്ചാൽ നമ്മളെന്നും കാണുന്ന ഒരു സ്ഥലത്ത് വേണം വിഷൻ ബോർഡ് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമ്മൾ എല്ലാ ദിവസവും ഇതെല്ലാം കണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ സാഫല്യമാകും എന്നാണ് പറയണത്. ചിലവർക്ക് അത് കേൾക്കുമ്പോൾ പൊട്ടത്തരമായിട്ടും വട്ടത്തരമായിട്ടും തെറ്റത്തരമായിട്ടൊക്കെ തോന്നാം. പിന്നെ ഒരു വിശ്വാസം, അതല്ലേ എല്ലാം. അപ്പം അങ്ങനെ ഞാനെന്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഹാപ്പി ഫാമിലി. എനിക്ക് എൻ്റെ ഫാമിലിയാണ് എല്ലാം. അപ്പം സന്തോഷമായിട്ടൊരു ഹാപ്പി ഫാമിലിയാണ്. ഇപ്പോൾ ഹാപ്പി അല്ലെന്നല്ല, പക്ഷെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലി. പിന്നെ ഞാൻ ഡ്രൈവിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഇതുവരെ എങ്ങോട്ടും പോയിട്ടില്ല. കാറ് തന്നെ ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടും പോയിട്ടില്ല. ഏട്ടൻ്റെ അപ്പുറ സൈഡിൽ ഇരുന്നിട്ട് മാത്രമേ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പുറത്ത് പോകാനുള്ളൊരു കോൺഫിഡൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മൾ ഇടയ്ക്കുമ്പോഴേക്കല്ലേ വണ്ടി ഓടിക്കണുള്ളൂ. അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ഈ വർഷം ഞാൻ എന്താണെങ്കിലും ഉണ്ടാക്കിയിരിക്കും. തന്നെ വണ്ടി എടുത്ത് പുറത്തൊക്കെ പോകേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പിന്നെ ഞാൻ ഈ വാട്ടർ ബോട്ടിലിൻ്റെ പിക്ക് കൊടുത്തിരിക്കുന്നത് എനിക്ക് വെള്ളം കൂടി കൂട്ടണം. ഞാൻ വെള്ളം കൂടി ഒത്തിരി കുറവാണ്, അപ്പം എനിക്കത് കൂട്ടണം. അതാണ് ഞാൻ ഇത് കൊടുത്തേക്കണേ. പിന്നെ ഇവിടെ ക്യാഷ് കൊടുത്തേക്കണത് നമുക്കിങ്ങനെ ക്യാഷ് കൊണ്ട് അമ്മാനെ മാറ്റണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം കാണുമല്ലോ. അപ്പം ഇത്രയൊക്കെ കണ്ടിട്ട് രണ്ടുമൂന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ വരട്ടേന്നേ. പിന്നെ ഞാൻ മെഷീൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്യണേയും അയക്കുന്നതും സംഭവം ഡ്രസ്സുകൾ റീസെല് ചെയ്യുന്നതും എല്ലാവർക്കും അറിയായിരിക്കും. മേ ബി വീട്ടിലിരിക്കുന്ന എനിക്കൊരു ചെറിയ ഇൻകം അത് എനിക്ക് കുറച്ചും കൂടി ഒന്ന് വിപുലീകരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട് ഈ 2026. പിന്നെ അത് ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഗ്രോത്ത്, അതായത് എൻ്റെ എന്താ പറയുക ഓവറോൾ ഞാൻ ഡ്രസ്സ് സെയിലിങ്ങിൻ്റെ ഒരു ഗ്രോത്ത് ഞാൻ പിന്നെ വേറെ മറ്റു ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതിൻ്റെ എല്ലാമാണ് ഞാൻ ഈ പടം ഇവിടെ ഇത്ര വലുതായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ എനിക്കൊരു ഡിജിറ്റെക്കിൻ്റെ ഒരു ട്രൈപോഡ് മേടിക്കുന്നുണ്ട്. അത് ഒത്തിരി വലിയ ആഗ്രഹം അല്ലെങ്കിലും അതും കിടന്നോട്ടെ. കാരണം നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഒരു സംഭവം അച്ചീവ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുമല്ലോ. അങ്ങനെ അത്. പിന്നെ ഇതെനിക്ക് ഡ്രസ്സിൻ്റെ ഓർഡർ കിട്ടണത്. ഇങ്ങനെ ഇത്ര ഓർഡറുകളൊക്കെ കിട്ടുമോ അറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളോട് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഉള്ള ആ ഒരു ചാൻസ് ഞാനായിട്ട് ഉണ്ടാക്കണം. കൂടുതൽ ആളുകളെ പരിചയപ്പെടണം. അങ്ങനെ ഒരു ഇത് എനിക്കുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് അറിയില്ലാത്ത ആളുകളോട് സംസാരിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ കയറി സംസാരിക്കാനൊക്കെ ഒരു ഇതുണ്ട്. അപ്പം അത് ഞാൻ പയ്യെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അറിയുന്ന ആളുകളായിട്ടല്ല, അറിയില്ലാത്ത ആളുകളോട് നമ്മളൊന്ന് കമ്പനി ആകാനുള്ള ആ ഒരു മൈൻഡ്. പിന്നെ ഇതെന്താണ് ഇത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് മീൻസ് കുറച്ച് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് നമുക്ക് വീഡിയോയ്ക്കൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടാൻ പാകത്തിന് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം എന്നാണ്. തന്നെ യാത്ര ചെയ്യണം എന്നാണ് എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കുമല്ലോ. പിന്നെ ഉള്ളത് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിച്ചൂസൊക്കെയാണ് കേട്ടോ. അപ്പം അവളുടെ കൂടെ കുറേ ടൈമും കൂടെ കൂടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഞാൻ ഇതെല്ലാം അച്ചീവ് ചെയ്യാനുള്ള ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ഞാൻ നിച്ചൂസിനെ വിട്ട് കളയാൻ പാടില്ലല്ലോ. എനിക്കെപ്പോഴും അവളാണ് പ്രയോറിറ്റി. അപ്പോൾ അവളുടെ കൂടെ ഉള്ള ഒരു ടൈമാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പാണ്. അതായത് ഞങ്ങൾ അച്ഛൻ്റെ മമ്മിയുടെ ഒക്കെ കൂടെ ഞങ്ങൾ ട്രിപ്പ് പോകാറുണ്ട്. പക്ഷേ ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയും അവരിങ്ങനെ വരത്തില്ല, പോകുന്ന പറഞ്ഞാൽ അവർ വരത്തില്ല. അപ്പോൾ അതെൻ്റെ ഒരു ഡ്രീമൊക്കെ ഇവിടെ കൊടുത്തേക്കുവാണ്. ഇപ്പോൾ 2026 എങ്ങനെയെങ്കിലും അവരെയും കൊണ്ട് ഞാനൊന്ന് ട്രിപ്പ് പോകും. പിന്നെ ഇത് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആകണം. അതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇത്രയും നമ്മൾ ഈ 2026 തീരുമ്പോഴത്തേനും ഇത്രയെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യണം. ഫേസ്ബുക്കിൽ നമ്മൾ ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നിട്ട് എങ്ങാണ്ട് 2K ഫോളോവേഴ്സ് എങ്ങാണ്ട് ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊരു 10K ഫോളോവേഴ്സ് ആക്കണം. നമ്മുടെ IS Lovelace എന്ന് പറയുന്ന ഫേസ്ബുക്ക് ചാനല്. പിന്നെ ഇൻസ്റ്റയിലും 10K ഫോളോവേഴ്സ് രണ്ടും ഒരുമിച്ച് നമ്മൾ വീഡിയോ ഇടുന്നു. അപ്പോൾ ഒരുമിച്ച് ഫോളോവേഴ്സ് കൂടി ഒരു 10K ആയാൽ നല്ലതായിരുന്നു. പിന്നെ യൂട്യൂബിൽ 50K സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കിപ്പോൾ 42 ആണ്.
50K ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണല്ലോ ആഗ്രഹമല്ല, ഞാൻ എന്നും എന്നിട്ട് കണ്ടു നോക്കാം. എന്നാലും ലാസ്റ്റ് ആകുമ്പോഴത്തേനും അറിയാം എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാകുമെന്ന്. അതിൻ്റെ കഠിനമായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷൻ ബോർഡ്. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് എഴുതിയേക്കണേ. ഹാപ്പി ഫാമിലി, ഐ ആം സ്ട്രോങ്, ഐ ആം എ മണി മാഗ്നറ്റ്, ഡ്രീം ബിഗ് വർക്ക് ഹാർഡ്. പിന്നെ എന്താണ്, ഐ വിൽ ക്രിയേറ്റ് ദ ലൈഫ് ഐ വാണ്ട്, ഐ ആം കൺസിസ്റ്റന്റ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം പീസ്ഫുൾ. അതായത് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് എന്താണ് ഞാൻ ഇതൊക്കെയാണ് എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന ഒരു സംഭവം. അതാണ് ആക്ച്വലി നമ്മുടെ വിഷൻ ബോർഡ്. കുറേ പേര് നമ്മളിങ്ങനെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അവരവരുടെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വലിയ പൈസ മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായി. എനിക്കിത് ഉണ്ടാക്കി കഴിക്കിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്നറിയത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഗിവ് അവേ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിരുന്നു ഗിവ് അവേ കൊടുത്തിട്ട് നമ്മൾ ഗിവ് അവേ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ടോപ്പ് കമൻറ്റർക്കായിരിക്കും. അതായത് നമ്മുടെ MK വീഡിയോയിലും കമൻറ്റ് ഇടുന്ന ആളായിരിക്കും നമുക്ക് ടോപ്പ് കമൻറ്ററായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ഗിഫ്റ്റുകൾ വേണമെങ്കിൽ നമ്മുടെ വീഡിയോസിനൊക്കെ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.